സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു നടപടി എടുത്തിട്ടില്ല. FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അവര് കേസെടുത്താലും പാവങ്ങൾ കൂടെ നിൽക്കില്ലല്ലോ. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഈ വ്ളോഗ് സാധാരണ ഞാൻ എൻ്റെ വ്ളോഗ് തുടങ്ങാറ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഈ വ്ളോഗ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാനുള്ള യാതൊരു അടിസ്ഥാനവും സാഹചര്യവുമില്ല. ഇപ്പോൾ നമ്മൾക്ക് കാണാം 114 അധ്യായമുള്ള പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തുടങ്ങുന്നത് ബിസ്മി കൂടാതെയാണ് എന്ന് പറഞ്ഞതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ചെറിയ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഈ സാജി എന്ന് പേരായിട്ടുള്ള ഈ പെൺകൊച്ച് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ, ആ കോലാഹലങ്ങൾ മുഴുവനും എന്ത് ചെയ്യുന്നു? എന്ത് സംഭവങ്ങളും യഥാർത്ഥത്തിൽ മുഴുവനും വാരി വലിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഈ ലോകം മുഴുവനും ഇത് ഇൻ്റർകാസ്റ്റ് ചെയ്ത് അഥവാ ഇൻ്റർനാഷണൽ ലെവലിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ രീതിയിൽ ഇത് വെറുതെ മലക്കുകളൊന്നും ഇതിൽ കൊടുന്ന് ഇടുകയല്ലല്ലോ, അല്ലെങ്കിൽ ജിന്നുകളോ നമ്മൾ കാണാത്ത നമ്മളെ എന്താ പറയുക നമ്മളുടെ ബുദ്ധിക്കും നിരീക്ഷണത്തിനും അപ്പുറത്തുള്ള ശക്തികൾ കൊടുന്നിട്ട് ഈ യൂട്യൂബിലിട്ടിട്ട് കാട്ടിക്കൂട്ടുന്നത് എന്നല്ല. സാധാരണ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നമുണ്ടാകും, ഇളച്ചി മൂത്തച്ചിയും തമ്മിൽ പ്രശ്നമുണ്ടാകും, അല്ലേ? ഏട്ടനും അനുജനും തമ്മിൽ പ്രശ്നമുണ്ടാകും, അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടാകും. സാധാരണ രീതിയിൽ നമ്മൾ എന്താ വിചാരിക്കുക? നമ്മളൊന്ന് ഒതുങ്ങിക്കൊടുക്കും. മാത്രമല്ല അത് 4 ആൾ കാണുന്നുണ്ടോ എന്നാ തോന്നുക. കാരണം എന്താണ്, നമ്മൾ സ്വയം എത്ര വീടിൻ്റെ ഉള്ളറയിൽ നടത്തുന്ന ആ പ്രശ്നങ്ങളൊന്നും നാട്ടുകാർ കാണാതിരിക്കാൻ, അതാണ് ലജ്ജ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്. അൽ അയാഹു സുഹബത്തും മിനൽ ഈമാൻ, അഥവാ പരിശുദ്ധമായ ഈ ദീനിൻ്റെ വിശ്വാസത്തിൻ്റെ ഈമാനിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഈ ലജ്ജ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ 4 ആൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് മോശമാണല്ലോ. അല്ല, എൻ്റെ വീട്ടിലെ കുട്ടികൾ കാണുന്നവരെ നമ്മൾ പറയും, വീടിനകത്തായാൽ പോലും. അള്ളാഹു കാണുന്നത് പിന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ട. സാധാരണ അള്ളാഹുവിനെ നിഷേധിക്കുകയും അള്ളാഹുവിനെ മറ്റേ രീതിയിൽ സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ലജ്ജ എന്ന് പറയുന്ന ക്വാളിറ്റി, അതൊരു വലിയ ക്വാളിറ്റിയാണ്. നമ്മൾ അങ്ങാടിയിലൊക്കെ എന്തെങ്കിലും ബേളം ഉണ്ടാകുമ്പോൾ മാന്യന്മാരായ ആളുകൾ സാധാരണ രീതിയിൽ അങ്ങാടിയിൽ നിന്ന് ബേളം ഉണ്ടാക്കാൻ നിൽക്കൂല. അവർ വേഗം ആരെങ്കിലും ഏതെങ്കിലും ഉടായിപ്പ് ടീം നമ്മളെ വർത്തമാനത്തിന് വന്നാൽ പോലും നമ്മളെന്ത് ചെയ്യും? വേഗം ഒഴിഞ്ഞു മാറും. കാരണം അതൊരു മാന്യതയ്ക്ക് ചേർന്നതല്ല, മാന്യന് ചേർന്നതല്ല. കാരണം അവർ സമൂഹമായിട്ട് ജീവിക്കേണ്ടവനാണ്. അപ്പോൾ ആളുകൾ അവർ അലമ്പാണ്, ആ കുടുംബം അലമ്പാണ് എന്ന് പറയിപ്പിക്കാതിരിക്കാനാണ് വീടിൻ്റെ അകത്തളത്തിൽ പല പ്രശ്നങ്ങളാവും നടക്കുക. പക്ഷേ എന്നിരുന്നാലും അതൊക്കെ നമ്മൾ പറയുമല്ലോ, പണ്ട് തന്നെ നമ്മൾക്ക് പറയുന്ന എന്താ പറയുക, ഒരു പഴമൊഴിയുണ്ട്. അതായത് ഒരു ഉരൽ വിഴുങ്ങുകയാണെങ്കിൽ പോലും നമ്മൾക്ക് ഒരു വിരൽ മറവേണം. അത് ഒരു വലിയ ആപ്തവാക്യമാണ് എന്ന് തന്നെയാണ് സത്യം. കാരണം എന്ത് കാട്ടിക്കൂട്ടുമ്പോഴും അത് പുറത്തുനിന്നൊന്ന് മറച്ചു നിർത്താറില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ തന്ത്രം കാണിക്കുന്നതൊക്കെ. അപ്പം ഞാൻ പറയുന്നത് അതൊക്കെ വെളിപ്പെടും. നിങ്ങളിതൊന്ന് കേട്ട് നോക്കൂ. ഉമ്മയും മകളും തമ്മിൽ പറയണം. സ്വാഭാവികമായിട്ടും ഉമ്മ പറയണത് എന്തുകൊണ്ടാണ്? ഉമ്മക്ക് ഒരിക്കലും അങ്ങനെ കഴിയില്ല. 10 മാസം തന്നെ വയറ്റിലിട്ട് ആളാക്കി മാറ്റിയത് ആ ഉമ്മയാണല്ലോ. കേവലം അവൾ ഒരു ഭർത്താവ് എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ആ പറയണതിന് മുമ്പ് തന്നെ അക്കാൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലം വരെ തന്നെ ശുശ്രൂഷിച്ച് തനിക്ക് എല്ലാമായി തീർന്ന, തനിക്കൊരു പനി വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ 2 കൊല്ലത്തിലേറെ ഏകദേശം മുല കൊടുത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉമ്മുഹു വഹനൻ അലാ വഹനൻ, അഥവാ വേദനക്കുമേൽ വേദന സഹിച്ച് സബൂറാക്കി, അല്ലേ? ഗർഭകാലത്ത് ഒരു പെണ്ണുങ്ങൾ ഛർദ്ദിക്കാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ചൊരുക്കൽ എന്ന് പറയും. എന്താ, ഭക്ഷണം പോലും വേണ്ട എന്ന ഒരു സിമ്പലാണ്, ഒരു സിംറ്റം കാണിക്കുകയാണ്. കാരണം അത്രമാത്രം തൻ്റെ ആ കുഞ്ഞിനോടുള്ള പ്രതിബദ്ധത. അതുകൊണ്ട് ആ ഭക്ഷണം പോലും വർജിച്ച് ഇത്രയും 10 മാസം വയറ്റിലിട്ട് പിന്നീട് ഒരു 10-20 കൊല്ലം വരെ പെട്ടെന്ന് പൊന്തി ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആയതൊന്നും അല്ലല്ലോ ഈ സാജി. മറിച്ച് ഈ ഉമ്മയുടെ പരിചരണവും ബന്ധപ്പെട്ടവരുടെ പരിലാളനവും ഏറ്റ് തീർച്ചയായിട്ടും കുടുംബങ്ങൾ ആദ്യമൊക്കെ ഈ പറഞ്ഞിരുന്നത്, ഈ പെൺകുട്ടി എന്താ പറഞ്ഞിരുന്നത്? എൻ്റെ ഭർത്താവിൻ്റെ ആളുകളാണ് എന്നെ കൂടുതൽ അറാശ ചെയ്യുന്നത് എന്നാണ്. ഇപ്പം നോക്കൂ നിങ്ങൾ, ആ ഉമ്മയുമായിട്ടാണ് ഇത്തരത്തിലുള്ള കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുന്നത്.
എന്തിനു വേണ്ടി? നിസ്സാര പ്രശ്നത്തിൽ. മാത്രമല്ല ആ കൊമ്പ് ഓർക്കുന്നത് മുഴുവനും ഈ പറയുന്ന ടെലികാസ്റ്റ് ചെയ്ത് പുറം ലോകത്ത് എത്തിക്കുകയും അത് എന്തെങ്കിലും റിയാക്റ്റീവ് വ്ലോഗായിട്ട് ചെയ്യുന്ന നമ്മളെ, അതാണ് നമ്മളിത് എത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവളത് വാരി വലിച്ച് പുറത്തിടും. അപ്പോൾ ആ പുറത്തിടുന്ന ചവറുകളൊക്കെ വാരൂലേ ആളുകൾ സാധാരണ? എന്തിനു വേണ്ടിയാണ്? ആ ചവറുകൾ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇടാൻ പറ്റൂല. അപ്പോൾ അതൊക്കെ വാരിയിട്ട് ഓരോ ഒതുക്കി വെക്കും. സ്വാഭാവികമാണ്. അവളിടുന്ന ഈ നാറ്റക്കേസ് അഥവാ നമ്മൾ പറയുമല്ലോ സാധാരണ എന്തെങ്കിലും ആരാൻ്റെ അമ്മക്ക് ഭ്രാന്ത് ഇളകിയാൽ, അതാണ് സത്യം. കാണാൻ നല്ല ചേല്. അപ്പം അത്തരത്തിലുള്ള ഈ ഭ്രാന്ത് ഇളകുന്നത് പുറത്തേക്ക് വലിച്ചെറിയാണ് ഇവള്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഈ പെൺകുട്ടി മുഴുവൻ പോസ്റ്റ് ചെയ്യാണ്. നമ്മളൊക്കെ ഏതെങ്കിലും എനിക്കൊക്കെ ഒരു വീഡിയോ പോലും എന്തെങ്കിലും എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും, കുറേ ബുദ്ധിമുട്ടും മെനക്കെടുമുണ്ട്. പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാനൊന്നും നമ്മൾക്ക് പറ്റില്ല എന്തെങ്കിലും ഒരു സംഗതിയുടെ. ഇത് മാത്രമല്ല, ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ സമയത്താണെങ്കിലോ നമ്മൾക്കൊരു വീഡിയോയും അന്നവും വെള്ളം ഒന്നും വേണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? ഇത് ആ പെൺകുട്ടി ആ സമയത്തും അതൊരു പ്രത്യേക വ്ലോഗുകളാക്കി വീഡിയോ എടുക്കുന്നു എന്നാണല്ലോ അതിന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇങ്ങനെയുള്ള, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ ആളുകളെ ലോകത്ത് കണ്ടിട്ടുണ്ടാകുമോ? ഇനി നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കൂ. നാളെ യൂട്യൂബിലിടാം. നല്ല തുള്ളി, നല്ല എന്തൊരു കഷ്ടാണെന്ന് നോക്കി. എന്താ ഈ പറഞ്ഞത്? എല്ലാവരും കൂടി എന്നെ കൊല്ലാൻ നോക്കുകയാണ്. പെൺകുട്ടി സാജിദ, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സാധാരണ രീതിയിൽ അങ്ങനെ ഒരാളും ഒരാളെയും കൊല്ലാൻ നോക്കാറില്ല കാരണമൊന്നുമില്ലാതെ. മാത്രമല്ല, ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നീ അത് പുറം ലോകത്തേക്ക് എത്തിക്കരുത്. മാത്രമല്ല, താരതമ്യേന ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. കാരണം വീടിനകത്തുള്ള പ്രശ്നമാണ്, സ്വന്തം ഉമ്മയോട് മാത്രമുള്ള ഒരു പ്രശ്നമല്ല. ഇനി അഞ്ചത്തിയോന്മാരോടാണ് അങ്ങനെ. അതൊക്കെ വളരെ ചെറിയതായ രീതിയിൽ ഉണ്ടാവും. വഴക്കും വാക്കാണവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വഴക്കും വാക്കാണവും ഒക്കെ പരിഹരിച്ച് തന്നെയാണ് എല്ലാവരും, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ആ കുടുംബത്തിൽ അതാണ് അതിൻ്റെ വിജയം. പ്രശ്നങ്ങളില്ലാത്തതല്ല വിജയം, മറിച്ച് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരു വീട്ടിനകത്ത് പ്രശ്നമുണ്ടാകും. പണ്ട് തന്നെ പറയാറുണ്ട്, 100 തല ചേരും പക്ഷേ 4 മുല ചേരില്ല. അപ്പോൾ പെണ്ണുങ്ങൾ വേറെ 1 2 ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പക്ഷേ അതൊന്നും ഉമ്മയോടോ അനുജത്തിമാരോടോ അല്ല നമ്മളത് സാധാരണ ഈ പറയുന്ന മുല ചേരുക എന്ന് പറയുന്നത്. മറിച്ച് പുറത്തുനിന്ന് വരുന്ന മരുമകൾ, അതോടൊപ്പം തന്നെ വരുന്ന ഇളച്ചിമാർ, മൂത്തച്ചിമാർ, ഇവരൊക്കെ അന്യ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ ഇത് ഒരേ ബ്ലഡ് സർക്കുലേഷനാണ്. ഇതൊരു എന്താ പറയുക, റിലേഷനാണ്, ബ്ലഡ് റിലേഷനാണ്. ഒരിക്കലും ഇത് അറുത്തു മാറ്റി മുറിച്ചു മാറ്റാൻ കഴിയാത്ത വണ്ണമുള്ള അത്രമാത്രം ഒരു വലിയ ബന്ധം. ആ ബന്ധം ഉള്ള ആളുകൾ തമ്മിലാണ് ഇത്തരത്തിൽ ബന്ധം മുറിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും ശപിക്കപ്പെട്ടവനായിട്ട് പറയുന്നത് ആരെയാണ്? ഈ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ മോളെ നീ ഒന്ന് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും പറയുന്ന ഒരു സംഗതിയാണ്, ഏറ്റവും നിന്യൻ ലോകത്ത് ഒരിക്കലും നന്നാവാത്തവൻ, ഒരിക്കലും രക്ഷപ്പെടാത്തവൻ, അള്ളാഹു ഏറ്റവും അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം പോലും നോക്കാത്തവൻ, രക്തബന്ധത്തെ മുറിച്ചു കളയുന്നവനാണ്. നോക്കണം, ലാ യദ്ഖുലുൽ ജന്നത കാത്തിഹുൻ എന്നാണ് പറഞ്ഞത് അവിടുത്തെ നമ്മുടെ പുണ്യ പ്രവാചകൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ രക്തബന്ധമാണ്. ആ രക്തബന്ധത്തോട് ഒരിക്കലും നമ്മൾ സാധാരണ നമ്മുടെ മുറി പഴയ ഈ ഇതിലൊക്കെ പറയും ചില വാക്കുകൾ, ആയുധം കൊണ്ട് മുറിവ് നാളു കണ്ടുണങ്ങും, പക്ഷേ വാക്കുകൾ കൊണ്ട് മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്രണങ്ങൾ ഉണങ്ങിപ്പോകണമെങ്കിൽ മറക്കാനും പൊറുക്കാനും കഴിയുന്ന വാക്കുകളാവണം. പ്രത്യേകിച്ച് നിന്നെ നെഞ്ചത്തിട്ട് നിന്നെ 10 മാസം വയറ്റിലിട്ട് കൊണ്ടു നടന്ന ഒരു ഉമ്മയോട് അത്തരത്തിൽ പറഞ്ഞാൽ, മോളെ നീ പൊരുത്തപ്പെടിക്കുക ആദ്യം. നീ ആദ്യം ആ ഉമ്മയോട് പൊരുത്തപ്പെടിച്ചതിന് ശേഷം നീ ഒരു സെലിബ്രിറ്റിയല്ലേ, നിന്നെ ലോകം അറിയുന്നുണ്ട് ഈ യൂട്യൂബിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നീ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടരുത്. ഇനി മാത്രമല്ല, പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഴപ്പം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ളവരും അയൽക്കാരും ഒക്കെ ഒത്തുകൂടും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തളുകയാണ്. അപ്പോൾ സാധാരണ അതിങ്ങനെ നോക്കി നിൽക്കും. നമ്മളൊക്കെ അടുത്തൊക്കെ ഇതേമാതിരി 1-2 സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ അവരോടൊക്കെ ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ നടക്കുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നോക്കി നോക്കും. അല്ലാതെ ആരും ചെന്നിട്ട് അത് പിടിക്കാനും അതൊന്ന് പിടിച്ചു മാറ്റാനും അതൊന്നും നിൽക്കികളെന്നൊന്നും പറയൂല. എന്താ കാരണം?
ഇത്തരത്തിലുള്ള ആളുകളോട് പറഞ്ഞിട്ട് ഫലമില്ലാത്തത് കൊണ്ടാണ്. കാരണം അവർ നമ്മൾക്കിട്ട് താങ്ങും. അങ്ങനെ ചായക്കാരൻ പിടിച്ചു വെക്കാൻ ചെന്ന ആളുകളൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ട് പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനാരും ഇപ്പം നിൽക്കൂല. മാത്രമല്ല ആ അലമ്പ് കുടുംബങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ തീരെ നമ്മളതിന് നിൽക്കില്ല. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കൂ. ഈ സാജിദ പറയുന്ന മറ്റൊരു വാക്കുണ്ട്. ഇപ്പം എനിക്ക് ഞാൻ ആസ്പത്രിയിൽ വന്നു, ഞാൻ എന്താ പറയുക മറ്റേ തൃശ്ശൂർ ജൂബിലിയിലാണ് വന്നത്. എന്നിട്ട് അവിടെ ഡോക്ടർ ചോദിച്ചു, നീ ഇത് കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? സാധാരണ ഈ പറയുന്നത് വാക്കുകളിൽ തന്നെ സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല അങ്ങനെയുള്ള ഞാൻ തല്ല് കേസിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ ആങ്ങളയുടെ അഥവാ അമ്മാമൻ്റെ മകനാണ് എന്നെ കഴുത്തിൽ പിടിച്ച് മുറിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല വളരെ സീരിയസ് ആയ രീതിയിലാണ് സാജിദ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് ഈ ഡോക്ടർ പറയേണ്ടത് അല്ലെങ്കിൽ ആസ്പത്രിയിൽ നിന്ന് പറയേണ്ടത്, നീ ഇത് പെട്ടെന്ന് പോയിട്ട് അഡ്മിറ്റ് ചെയ്യേ, എങ്ങനെ, എന്നിട്ട് പോലീസ് വന്നിട്ട് FIR ഇടട്ടെ എന്നാണ് സാധാരണ രീതിയിൽ ആസ്പത്രിയിൽ നിന്നൊക്കെ നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് കംപ്ലൈൻറ്റ് ചെയ്തില്ലേ, കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് എന്നാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. അങ്ങനെ ഈ പറയുന്ന ആങ്ങളയുടെ മകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. അഥവാ അമ്മാമൻ്റെ മകന് ഒരിക്കലും ഒരു പെൺകുട്ടിയെ, തീർച്ചയായിട്ടും അവർ വേറെ വ്യത്യസ്ത കുടുംബങ്ങളാണല്ലോ, അവർ ശരിക്കും ബന്ധങ്ങളാണെങ്കിൽ പോലും വ്യത്യസ്ത കുടുംബങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ത്രീയെ അതിക്രമത്തിന് ഇരയാക്കുക അല്ലെങ്കിൽ ആക്രമിച്ച് മുറിവേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭരണഘടനാ വകുപ്പിൽ വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല. അവനെതിരെ നിയമ നടപടികൾ അല്ല അത് പോലീസ് കേസ്, അവനെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. എന്ത് തന്നെ ആയാലും അത് സത്യമാണോ എന്ന് നമുക്കറിയില്ല. കാരണം ഇവളുടെ വാക്കുകളിൽ നമുക്ക് വിശ്വാസ്യത പുലർത്താൻ കഴിയാത്തത് കൊണ്ട്, ഇവൾ പറയുന്നത് എന്താണ് എന്ന് അവൾ തന്നെ ഒന്ന് ആലോചിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാനൊന്നും ആളുകൾ മെനക്കെടാറുമില്ല. ഒരു അയൽപക്കത്ത് നിന്ന് അന്വേഷിച്ചു എന്ന് വിചാരിക്കുക, ആ അയൽപക്കത്ത് നിന്ന് നമുക്ക് സത്യാവസ്ഥയുടെ വിവരം കിട്ടില്ല. അവർ പേടിച്ച് നിൽക്കുകയാവും. കാരണം എന്താ, ഇനി ഇത്തരത്തിലുള്ള എന്താ പറയുക മൂർച്ചയില്ലാത്ത മടാങ്കത്തികളാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, അവരൊന്നും തുറന്നു പറയില്ല. ഇനി നമ്മളെ നെഞ്ഞത്തേക്ക് വരുമോ ഇവർ എന്ന് കരുതിയിട്ട് ആരും ഒന്നും പറയില്ല. കാരണം അങ്ങനെയാണ് ഒരു മര്യാദക്കാരൻ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമോ അതല്ലെങ്കിൽ കോടതിയിൽ കയറേണ്ടി വരുമോ, സ്വാഭാവികമായിട്ടും ആരും സാധാരണ രീതിയിൽ പേടിക്കും. കാരണം എനിക്ക് ഇട്ടിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടാൽ നിങ്ങൾ തന്നെ പേടിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പേടിയൊന്നുമല്ല. ഈ പെൺകുട്ടി ചെയ്ത ഒരു കമൻറ്റാണ്. വല്യപ്പ ഞാൻ നിങ്ങളെ പെരയിൽ കയറിയിട്ട് തല്ല് കണ്ടിട്ട് മര്യാദ അവിടെ ഇരുന്നോടി കാത്തു തന്നോടി, ഞാനങ്ങനെ ആ പെൺകുട്ടിയോട് ലൊക്കേഷൻ ഇട്ട് തരാൻ നീ പോരെ, ഒന്നും ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതിന് പിന്നിൽ എന്താണ്? എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയുടെ പണം കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അഹങ്കാരമാണോ, അതല്ല ഇനി വേണ്ടത്ര വിവരമില്ല, ഒന്നും പറയാൻ വയ്യ. അപ്പം നമ്മൾക്കെതിരെ പ്രതികരിക്കുകയാണ് അങ്ങേയറ്റം മോശമായ രീതിയിൽ. അപ്പോൾ ഒരു ഗുണദോഷിച്ചുകൂടാത്ത ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു ഈ നിരീശ്വരവാദികളായ ലിയാഖത്തും ജബ്ബാറും ഒക്കെ ഇത്ര തന്നെ ആവേശം കൊള്ളുന്നവരല്ലെന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഈ സംഭവങ്ങളൊക്കെ സാജിദ നിന്നോടാണ് അഭ്യർത്ഥിക്കുന്നത്. കാരണം നീ കുറച്ച് കാര്യങ്ങൾ അറിയുന്നവളാണ്. എല്ലാ കാര്യങ്ങളും നീ യൂട്യൂബിൽ ഉപയോഗപ്പെടുത്തരുത്. കാരണം നമ്മൾക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൂടാ എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ദഹിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും കല്ലും മുള്ളും മണ്ണും ഒക്കെ വായയിലേക്ക് ഇടാൻ പറ്റുമോ? അതൊക്കെ ഇട്ടാൽ നമുക്ക് തന്നെയാണ് ദോഷമുണ്ടാക്കുക. എന്നതുപോലെ ദഹിക്കാൻ കഴിയുന്ന ഭക്ഷണമേ നമ്മൾ കഴിക്കാവൂ. എന്നതുപോലെ തന്നെ പൊറുക്കാൻ കഴിയുന്ന വാക്കുകളാണ് ഉമ്മയോടും കുടുംബത്തോടും ഒക്കെ പ്രയോഗിക്കേണ്ടത്. എല്ലാവരോടും നീ ഒന്ന് ആലോചിക്കുക. അതുപോലെ തന്നെയാണ് നീ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ആളുകൾ കാണുന്നതാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് തൻ്റെ വീടിനകത്തുള്ള രഹസ്യങ്ങൾ മുഴുവനും ഒപ്പിയെടുത്ത് മുഴുവനും അത് പുറം ലോകത്തേക്കിട്ട് നിനക്ക് അത് റീച്ച് കിട്ടുമെന്ന ഉദ്ദേശത്തിലാണ് നീ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പരിഹാസ്യത്തോടുകൂടെ അത് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു ഗുണപാഠവുമില്ല, ഒരു നന്മയുമില്ല, ഒരു ആവർത്തന വ്യക്തതയുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നീ ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.